ഇറാൻ എങ്ങനെയാണ് യുടെ ശത്രുവായത്? ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. ഇസ്ലാമിക രാജ്യവുമായി മുസ്ലിം രാജ്യവുമായി വലിയ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ എല്ലാ കാലത്തും താല്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ സമ്മർദ്ദത്തിനും ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അന്തരമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തി നടത്തുകയും അതിൽ അവർ യൂറോപ്യന്മാർ വിജയിക്കുകയും ചെയ്തു. അതോടെ ഈ മുസ്ലിം രാജ്യങ്ങളും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ശത്രുതാ രീതിയിലാണ് പതിറ്റാണ്ടുകളോളം കഴിഞ്ഞുപോയത്. പലതരത്തിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ഇടപെടലെല്ലാം ഇറാൻ വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറ്റുന്നതിൽ അമേരിക്ക എല്ലാ കാലത്തും വിജയിച്ചു. അങ്ങനെയാണ് യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഹൂത്തി വിമതരുണ്ടായപ്പോൾ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ സൈന്യവും യുടെ സൈന്യവും അങ്ങോട്ട് പ്രവേശിച്ചത്. അത് യഥാർത്ഥത്തിൽ തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തര വിഷയം അവർ തമ്മിൽ തീർക്കേണ്ടതാണ്. അതിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. വലിയ ശത്രുത ഇറാനുമായിട്ട് വളരാൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഷിയ മിലിഷ വിഭാഗമാണ്. ഇറാൻ നേരിട്ട് കൊണ്ട് സഹായിക്കുന്ന സൈനിക ട്രൂപ്പാണ്. അവരെന്തിന് സൗദി അറേബ്യ സഹായിക്കുന്നു, അവർക്കെതിരെ എന്തിന് സൗദി അറേബ്യ നിൽക്കുന്നു എന്ന ചോദ്യമായിരുന്നു ഇറാൻ എന്ന് ചോദിച്ചത്. ഏതായാലും 2023 കൂടി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയം ചൈനയുടെ മധ്യസ്ഥത അവസാനിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എന്താണ് ഇറാനും യും തമ്മിലുള്ള ശത്രുത? ഇപ്പോഴും യഥാർത്ഥത്തിൽ നേർക്കുനേരെ യുദ്ധം നടക്കുന്നത് ഇറാനും തമ്മിൽ എന്ന് പറയാൻ പറ്റില്ല. ഇറാൻ ആണ് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ചില സമയത്തൊക്കെ ഇളവുകൾ ഉണ്ടാവാറുണ്ട്, വിടുതികൾ ഉണ്ടാവാറുണ്ട്, യുദ്ധത്തിന് വിരാമം ഉണ്ടാവാറുണ്ട്. ഇവിടെ യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവാറില്ല. ഒറ്റപ്പെട്ടെങ്കിലും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പരിശോധിക്കാം. ഇസ്ലാമിക രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആ പ്രവൃത്തി അവസാനിപ്പിക്കണമെന്നും അവരെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഭീകര രാജ്യമായിട്ടുള്ള പ്രസ്താവന പുറത്ത് വിടണം എന്നും പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തത്തിൽ അറേബ്യൻ രാജ്യങ്ങളോടാണ് പറഞ്ഞതെങ്കിലും പ്രത്യേകപരമായ രീതിയിൽ പറയാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം, അത് യോടാണ്. 3 തവണയെങ്കിലും ഈ യുദ്ധവുമായിട്ട് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടുപോയ അദ്ദേഹം ജിദ്ദ ഉച്ചകോടിയിൽ എത്തുകയും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അവർ പറയുകയും ചെയ്തു. ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത്, ആക്രമണം നടത്തുന്നത്, അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തികമായും സൈനികപരമായ രീതിയിലും സഹായം ചെയ്യുക എന്നുള്ളത് മുസ്ലിം രാജ്യങ്ങളുടെയും അറേബ്യൻ രാജ്യങ്ങളുടെയും നിർബന്ധമായിരിക്കുന്ന കടമയാണ്. മിഡിൽ ഈസ്റ്റ് അതിന് തയ്യാറാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവരുമായിട്ടുള്ള ബന്ധം, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ളതും പല രാജ്യങ്ങളുമായി ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തങ്ങൾക്കറിയാം. അവരോടായിട്ട് ഞങ്ങൾ പറയുന്നു ആ ബന്ധം തുടർന്ന് പോകുന്നത് ഭാവിയിൽ വലിയ രീതിയിൽ ക്ഷീണമുണ്ടാകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിഷയം. അതായത് ഇസ്രായേലിന് അല്ലെങ്കിൽ അമേരിക്കക്കൊക്കെ അറേബ്യൻ ഭൂമിക വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം രാജ്യങ്ങളെ ഉന്മൂലനം ചെയ്യാനും അമേരിക്കക്കെതിരെ സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തേടിപ്പിടിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാനും കരുത്ത് കിട്ടുന്ന ഒരു ഏരിയ ആണ് മുസ്ലിം രാജ്യങ്ങളുടെ ഭൂപ്രദേശം. അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത് അതിൻ്റെ ചുരുക്കം. ഈ കാര്യങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ടും അവരത് അനുസരിച്ചിട്ടില്ല. അവരെപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. യുടെ ഫുജൈറ തുറമുഖം ഹോർമുസ് കടലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല തങ്ങൾക്ക് കൂടി അധികാരമുള്ളതാണ്, അവകാശപ്പെട്ടതാണ് എന്ന് ഇറാൻ പറയാറുണ്ട്. കാരണം കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഫുജൈറ എന്ന് പറയുന്ന തുറമുഖം ഈ ഇറാൻ്റെ ഭൂപ്രദേശവുമായിട്ട് ചേർന്ന് നിന്നതാണ് എന്നുള്ള കാര്യം പറയാറുണ്ട് എന്ന് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പ്രധാനമായിരിക്കുന്ന 3 വിഷയങ്ങളാണ് ഇറാനും യും തമ്മിലുള്ളതായിട്ട് കണക്കാക്കുന്നത്. അതിലൊന്ന്, അമേരിക്കയുടെ സാന്നിധ്യം അബുദാബിയിലെ അൽതഫ്ര താവളത്തിനോട് ചേർന്നിട്ടുണ്ട്. ചില സമയത്ത് 1000-ഓളം അമേരിക്കൻ സൈനികരും ചില സമയത്ത് അതിൽ കൂടുതൽ സൈന്യവും ഈ മേഖലയിൽ നിത്യേന എന്നോണം 24 മണിക്കൂറും ഉണ്ടാവാറുണ്ട്. സൈനികരും അത്യാധുനിക രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ട്.
ഇത് ഇറാൻ എല്ലാ കാലത്തും ഭീഷണിയാണ്. അവർ രാത്രി കാലങ്ങളിൽ നിരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇറാനെ മാത്രം ലക്ഷ്യം വെച്ച് നിരീക്ഷണം നടത്തി രഹസ്യകാര്യങ്ങൾ ചോർത്തുന്ന പ്രവർത്തനത്തിന് ഈ മേഖല, അതായത് അൽ തഫ്ര എന്ന് പറയുന്ന ഈ വ്യോമത്താവളം ഉപയോഗിക്കുന്നു. അത് ഒഴിവാക്കണമെന്നും തങ്ങളെയാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളതും അത് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നും ഇറാൻ യുഎഇയോട് പറഞ്ഞിട്ടുണ്ട്. യുഎഇ പക്ഷേ അത് അനുസരിച്ചിട്ടില്ല. അതാണ് ഇറാൻ പറയുന്ന ആരോപണങ്ങൾ ഒന്ന്. രണ്ടാമത്തെ, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം 2020 അബ്രാം ഉടമ്പടി ആ കരാർ പ്രകാരം ഉണ്ടായതാണ്. എന്നാൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അത് ഉപേക്ഷിച്ചു. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അബ്രാം കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ഇപ്പോഴല്ല. അത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം, അതായത് ഇസ്രായേൽ പാലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കണം, അതിനുശേഷം സ്വതന്ത്രമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് തെറ്റോ കാര്യങ്ങളോ പോരായ്മകളോ തിരുത്തിയിട്ട് തങ്ങൾ അതിന് ഭാഗവാക്കാകും. അത് ഇപ്പോഴല്ല, പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ. ഈജിപ്തും ഏറെക്കുറെ സൗദി അറേബ്യയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ബഹ്റൈനും അങ്ങനെയാണ് എന്ന് പറയുന്നു. പക്ഷേ യുഎഇ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കരാർ വ്യവസ്ഥയിൽ ഊന്നിയിരിക്കുന്ന നിലപാടിനനുസരിച്ച് പിന്നീട് ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സമീപിച്ചു എന്നുള്ളതാണ്. അഥവാ അതിൽ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു പരാമർശമുണ്ട്. അഥവാ ഏതെങ്കിലും രാജ്യം ഈ കരാർ വ്യവസ്ഥ പ്രകാരം കരാർ വ്യവസ്ഥ ചെയ്യപ്പെട്ട രാജ്യങ്ങളെ ആക്രമിച്ചാൽ സ്വന്തം രാജ്യത്തെ ആണ് ആക്രമിച്ചത് എന്ന തരത്തിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകണം, സംയുക്തമായ രീതിയിൽ. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ യുഎഇ അടക്കം ആക്രമിക്കുന്ന രാജ്യത്തെ തിരിച്ചാക്രമിക്കണം എന്നർത്ഥം. അപ്പോൾ യുഎഇ ആക്രമിച്ചാലോ ഇസ്രായേൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കണം. ആ തരത്തിലാണ് ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. 2020 അടക്കപ്പെട്ട ആ കരാർ വ്യവസ്ഥ വീണ്ടും പൊടിത്തപ്പി എടുത്തുകൊണ്ട് കരാർ വ്യവസ്ഥയുടെ തുടർച്ച ഉണ്ടാവണം എന്ന് യുഎഇ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തേക്ക് പ്രതിരോധ സംവിധാനം, അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ സുരക്ഷിതമാക്കിയത് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. പിന്നീട് മൂന്നാമത്തെ വിഷയം, ദ്വീപ് തർക്കം. എല്ലാ കാലത്തും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ദ്വീപ് തർക്കം നിലനിൽക്കുന്നതാണ്. ഒന്ന് അബൂ മുസാബ് ദ്വീപ്, അതിൽ അവകാശം ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യുഎഇയും ആവശ്യപ്പെടാറുണ്ട്. ഗ്രേറ്റർ തമ്പ് ദ്വീപ്, ലേസർ തമ്പ് ദ്വീപ്, ഈ 3 ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ തർക്കങ്ങളുണ്ട്. ആ തർക്കത്തിന് രൂപമുണ്ടാക്കിയിട്ടില്ല. ഇതൊരു ശത്രുതയായിട്ട് വളരാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് യുഎഇ മറ്റുള്ള രാജ്യങ്ങൾ യുഎഇ തയ്യാറാകുമോ? യുഎഇ തയ്യാറാവുക. അതിനോടനുബന്ധിച്ച് ഈ ഇറാനെ പ്രകോപിപ്പിക്കുന്ന കാര്യമായിട്ട് അവർ പറയുന്ന കാര്യം, ഇറാനുള്ള വിസകൾ യുഎഇ റദ്ദ് ചെയ്യുകയും അവിടുത്തെ ഇറാനികളായിരിക്കുന്ന പൗരന്മാരുടെ തൊഴിൽ മേഖലയിൽ നിന്ന് അവരെ പിരിച്ചുവിടുകയും ഇങ്ങോട്ടുള്ള പ്രവേശന കവാടം, ഇറാനും യുഎഇയും തമ്മിലുള്ള കവാടങ്ങൾ അത് റോഡും ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടത് അടക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ യുഎഇ ഇറാനോട് ചെയ്യുകയും ചെയ്തു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിഷയമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. സാമ്പത്തികപരമായി ഞെരുക്കവും പ്രയാസവും അനുഭവിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം യുഎഇ പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി ഒന്നുകൂടി സാമ്പത്തിക പ്രയാസത്തിലേക്ക് എത്തും. ഇതും ശത്രുതാപരമായ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേൽ ക്ഷണിച്ചാൽ ഇസ്രായേൽ അഥവാ ഇങ്ങനെ പറയുന്നത്, ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ച് അത് ഒഴിച്ചാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ഇറാന് നേരെയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്ന സമയത്ത് നേർക്ക് നേരെ യുഎഇ ഇറാനെ ആക്രമിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാപരമായ രീതിയിൽ ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് 2ാം സ്ഥാനം കിട്ടുന്നത് യുഎഇക്കാണ്. യുഎഇയിലുള്ള അമേരിക്കയുടെ സർവ്വ മേഖലയും സർവ്വ സംവിധാനങ്ങളും അമേരിക്കയുടെ എയർബേസുകളും അവരുടെ ആയുധ സംഭരണ മേഖലയും എല്ലാം ആക്രമിക്കപ്പെട്ടതിൽപ്പെട്ടതാണ്. കൃത്യമായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ വിഷയം അമേരിക്ക പുറത്തു വിട്ടിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പുറത്തുവിടാൻ അവർക്ക് സാധിക്കുകയില്ല. സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ചിലരെങ്കിലും പുറത്തുവിട്ട്, അതോടനുബന്ധിച്ചാണ് അമേരിക്കക്ക് അത് സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ മേഖലയെല്ലാം യുഎഇയുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുഎഇ അമേരിക്കക്ക് എല്ലാവിധ സൗകര്യ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ പരാതി. ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി ആ രാജ്യത്ത് നിന്ന് അവർ ചെയ്യുന്ന അതേ പ്രവൃത്തിക്ക് സമാനമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ
യു എയിൽ വെച്ച് ചെയ്യാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശത്രു രാജ്യമായിട്ട് മാത്രമേ യു എ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അതുകൊണ്ട് അവർ ആവർത്തിച്ച് പറയുന്നത് ഇസ്രായേലിനെയും അമേരിക്കയും സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് നിർബന്ധമായി മാറി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ യു എയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് യു എയുടെയും നിലപാട്.